രാജ്യമാകെ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്ന ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ആലപ്പുഴ ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ കനൽ ഒരു തഴി അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ആ കനലിന്റെ ഭാവി എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. മനീഷ് മഹിപാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ആലപ്പുഴയിലെ സാഹചര്യം എന്താണ്? നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമയത്ത്, വോട്ടെടുപ്പിന്റെ സമയത്ത് ഇതിനപ്പുറത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം ആലപ്പുഴയിലെ മനക്കണക്ക് കൂട്ടുന്ന വാർ റൂം സ്പെഷ്യലിസ്റ്റുകളുടെ എന്താണ് വിചാരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആ കനൽ കിട്ടുമോന്ന് എക്സിറ്റ് പോൾ പറയുന്നു. അതെ 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 അങ്ങനെ പറയുന്നുണ്ട്. അതെ ഹാഷ്മി, അതായത് ഈ എക്സിറ്റ് പോളുകൾ സംസ്ഥാനത്തെയും ദേശീയ ഏജൻസികളുമൊക്കെ തന്നെ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് KC വേണുഗോപാൽ വിജയിക്കുമെന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ BJP NDAക്കും ആലപ്പുഴയിൽ സീറ്റില്ല. കേരളത്തിൽ 2-3 സീറ്റ് പറയുമ്പോഴും അതിൽ ആലപ്പുഴയില്ല. പക്ഷേ ഒരു ദേശീയ ഏജൻസി ആലപ്പുഴയിൽ BJPക്ക് സീറ്റ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ആകെ ഒരു ഏജൻസിയാണ്. പക്ഷേ എവിടെയും AM ആരിഫിൻ്റെ പേരില്ല. പക്ഷേ ഈ കണക്കുകൂട്ടലൊക്കെ തന്നെ തെറ്റാണ് എന്നാണ് പാർട്ടിയുടെ അസസ്മെൻറ്റ്. പാർട്ടിയുടെ അസസ്മെൻറ്റ് അനുസരിച്ച് CPIഎമ്മിൻ്റെ അസസ്മെൻറ്റ് അനുസരിച്ച് 40,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇതും കരുനാഗപ്പള്ളി, ചേർത്തല, കായംകുളം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യും. ധീവര വോട്ടുകൾ, ഈഴവ വോട്ടുകൾ ഒക്കെ തന്നെ തിരിച്ചു വരും. അതായത് ഈ CA അടക്കമുള്ള വിഷയം കൃത്യമായി പ്രചരിപ്പിക്കാൻ സാധിച്ചു. മണ്ഡലത്തിലുള്ള 15% മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി പെട്ടിയിൽ വീഴുമെന്നുള്ള വലിയ പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. ഒപ്പം തന്നെ ഈ NDAയുടെ കരുത്ത് കഴിഞ്ഞ തവണ നേടിയ 1,87,000 അവർ ഏകദേശം പ്രതീക്ഷിക്കുന്നത് 3.25 ലക്ഷം വോട്ട് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. 14 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ 3.25 ലക്ഷം വോട്ടാണ് NDA ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ UDF ക്യാമ്പാകട്ടെ അവരൊരു 60,000-ഓളം വോട്ടിന് ജയിക്കുമെന്നാണ് പറയുന്നത്. ചേർത്തല ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും 7 മണ്ഡലങ്ങളാണുള്ളത്. ഏത് നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ ചേർത്തല ഒഴികെയുള്ള മറ്റ് 6 ഇടങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള കരുത്ത്, അത്തരത്തിലുള്ള കാര്യം അവർക്കുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ക്യാമ്പിന് ചെറിയ ആശങ്കയാകുന്നത് ഈ അവസാന ലാപ്പിലുണ്ടായ ചില വിവാദങ്ങൾ, ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളൊക്കെ സംബന്ധിച്ച കാര്യങ്ങൾ. പക്ഷേ പിന്നീട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ആദ്യം സംഘടനാ സംവിധാനത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, ആഭ്യന്തര വിഷയങ്ങൾ പിന്നീട് അത് RSSന്റെ നിരീക്ഷണത്തിലേക്ക് എത്തി. RSS തന്നെ നേരിട്ട് ആലപ്പുഴയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങി. താഴെത്തട്ടിലടക്കം സംഘാടനം, ഒപ്പം തന്നെ ഇലക്ഷൻ ചുമതലയുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ BJP ശോഭാ സുരേന്ദ്രൻ അവസാന ഘട്ടത്തിൽ അനാവശ്യം എന്ന് പറയാവുന്ന തരത്തിൽ ഒരുപാട് വിവാദങ്ങളിലേക്ക് വലിച്ചൊഴിക്കപ്പെടുന്നതും നന്ദകുമാറിന്റെ വാർത്താ സമ്മേളന പരമ്പരകളൊക്കെ നമ്മൾ കണ്ടതാണ് ആലപ്പുഴയിൽ. പക്ഷെ എന്ന് പറയുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രൻ അവിടെ വോട്ട് കൂട്ടും എന്ന് പറയുന്നത് ഏതോ ഒരു ചാനലിന്റെ എക്സിറ്റ് പോളിൽ അവിടെ BJP ജയിക്കുമെന്ന് വരെ പറയുന്നുണ്ട് എന്ന്. അപ്പോൾ എന്തായാലും അവിടെ BJPയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന ആങ്സൈറ്റി ഫാക്ടർ അല്ലെങ്കിൽ സസ്പെൻസ് ഫാക്ടർ ആലപ്പുഴയിലും ഉണ്ട്. അവിടെ ഇന്നയാൾ ജയിക്കും തന്നെയല്ലാതെ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഡൽഹിയിലും നെഞ്ചിടിപ്പ് കേൾക്കാം അല്ലേ? വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.